ബൂസ്റ്റ് പോസ്റ്റ് വേഴ്സസ് മെറ്റാ ആഡ്സ്. എന്താണ് ബൂസ്റ്റ് പോസ്റ്റ്? ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഒരു പോസ്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ആ ഒരു ബട്ടൺ കാണാറുണ്ട്, ബൂസ്റ്റ് പോസ്റ്റ്. ഈ ഒരു ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പോസ്റ്റിന് കൂടുതൽ എൻഗേജ്മെൻറ്റ്സും അതുപോലെ തന്നെ ലൈക്സ്, കമൻറ്റ് പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സോ ഡയറക്റ്റ്ലി നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഒരു പോസ്റ്റ് എടുക്കുക. ആ പോസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അതിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് പോസ്റ്റ് എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി പോകുന്നത് ആ ഒരു ഗോൾ ഓപ്ഷനിലേക്കാണ്. നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ അവിടെ നമുക്ക് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ബൂസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വിസിറ്റ് യുവർ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ, വിസിറ്റ് യുവർ വെബ്സൈറ്റ്, മെസ്സേജ് യു ആൻഡ് എ മിക്സ് ഓഫ് ആക്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. സോ ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വിസിറ്റ് യുവർ പ്രൊഫൈൽ. സോ ആ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുവരിക. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് വിസിറ്റ് യുവർ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഓപ്ഷൻ കൊണ്ട് പറ്റും. അതേസമയം മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻബോക്സിലേക്ക് മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയക്കുക എന്നുള്ളൊരു പർപ്പസാണ്. ലാസ്റ്റ് വൺ പറയുന്നത് എ മിക്സ് ഓഫ് ആക്ഷൻ ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഗേജ്മെൻറ്റ്, ഫോളോവേഴ്സിൻ്റെ കൗണ്ട് കൂട്ടാനും ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ ടോട്ടൽ നമുക്ക് 4 ഗോൾസുകളാണ് ബൂസ്റ്റ് പോസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ നമ്മൾ മെറ്റാ ആഡ്സിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ് മെറ്റാ ആഡ്സ് എന്ന് പറയുന്നത്. ആഡ്സ് മാനേജർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉപയോഗിക്കാൻ വേണ്ടി അവിടെ പറ്റുന്നതാണ്. അതിൽ നമുക്ക് ടോട്ടൽ 6 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സിനെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവിടെ ട്രാഫിക് ക്യാമ്പയിൻ അവൈലബിൾ ആണ്. സോ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന വിസിറ്റേഴ്സിനെ നമുക്ക് റീടാർഗറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് റീടാർഗറ്റിംഗ് ഓപ്ഷൻ നമുക്ക് മെറ്റാ ആഡ്സിൽ അവൈലബിൾ ആണ്. അതുപോലെ ലീഡ് ജനറേറ്റ് ചെയ്യണം, അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം, സെയിൽസ് നടത്തണം. അതായത് മെറ്റാ പ്ലാറ്റ്ഫോം ത്രൂ നമ്മുടെ ഓൺലൈൻ സൈറ്റുകളിലേക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ, അതായത് ഷോപ്പിഫൈ, വൂകോമേഴ്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും മെറ്റാ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്പ് പ്രൊമോഷനും നമ്മൾ നേരത്തെ ബൂസ്റ്റ് പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രൊഫൈൽ വിസിറ്റ് ആയിക്കോട്ടെ, മെസ്സേജ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ഈ ഒരു മെറ്റാ ആഡ്സിൽ അവൈലബിൾ ആണ്. മെറ്റാ ആഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് നമുക്ക് കസ്റ്റമറെ ടാർഗറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീമാർക്കറ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് മെറ്റാ ആഡ്സ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു 2 ഏരിയ, ബൂസ്റ്റ് പോസ്റ്റ് വേഴ്സസ് മെറ്റാ ആഡ്സ്, രണ്ടിനും അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ ആവശ്യം ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലേക്ക് വിസിറ്റേഴ്സ് വരിക, ഫോളോവേഴ്സ് വരിക, ലൈക്സ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ബൂസ്റ്റ് പോസ്റ്റും, അതേപോലെ തന്നെ നിങ്ങൾ പ്രൊഫഷണലി കുറച്ചുകൂടെ ലീഡ്സ് വേണം, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ വെബ്സൈറ്റിലേക്ക് വിസിറ്റേഴ്സ് വരണം, ദെൻ റീടാർഗറ്റിംഗ് പർപ്പസ് വേണം എങ്കിൽ നിങ്ങൾക്ക് മെറ്റാ ആഡ്സും പോകാവുന്നതാണ്. ഇതുപോലുള്ള മോർ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾക്ക് CDയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.